പ്രകാശ്, ഇന്നത്തെ ഹർത്താൽ കേരളത്തിന്റെ വ്യവസായ നഗരമായ കൊച്ചിക്കുണ്ടാക്കുന്നത് 200 കോടിയോളം രൂപയുടെ നഷ്ടം. ഹർത്താലിന്റെ മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ ഒരാഴ്ച എടുക്കുമെന്നിരിക്കെ നഷ്ടത്തിന്റെ തോതും ഉയരും. കേരളത്തിന്റെ വരുമാനത്തിൽ 60% പ്രദാനം ചെയ്യുന്നത് വ്യവസായ നഗരമായ കൊച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഹർത്താലിൽ സർവ്വവും നിശ്ചലമാകുമ്പോൾ നഷ്ടത്തിന്റെ തോത് കൂടുന്നതും കൊച്ചിയിലാണ്. കയറ്റുമതി നിർമ്മാണ മേഖലകൾക്കാണ് ഏറ്റവും ആഘാതം. കൊച്ചിയുടെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണും ഇവ രണ്ടുമാണ്. കടകൾ തുറക്കാനാകില്ലെങ്കിലും തൊഴിലാളികൾക്ക് കൂലി നൽകണം. ഈ ഇനത്തിൽ തന്നെ ലക്ഷങ്ങളാണ് നഷ്ടം. കേരളത്തിൻ്റെ റവന്യൂവിൽ 60% കൊടുക്കുന്നതും കൊച്ചിയാണ്, എറണാകുളമാണ്. അപ്പോൾ ആ ഒരു ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഈ പറയുന്ന 200 കോടി രൂപയോളം വരുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്നായിരിക്കും. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ വരുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരാം. ഈ കൊച്ചിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു 60% കേരളത്തിൻ്റെ റവന്യൂ 11,000 കോടി രൂപയുടെ വരുന്നതിൽ 60% കൊടുക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൊച്ചിയായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിലെത്തിയ റെയിൽ വാഗണുകളിൽ നിന്ന് ഇന്ന് ചരക്കിറക്കാൻ കഴിയാത്തതിനാൽ ഇവ ഇറക്കി തരാൻ ഇനി കൂടുതൽ സമയമെടുക്കും. ഈ ഇനത്തിൽ മണിക്കൂർ അടിസ്ഥാനത്തിൽ ലക്ഷങ്ങൾ പിഴയായി നൽകണം. കൃത്യസമയത്ത് ഇടപാട് നടത്താത്തതിനാൽ ബാങ്കുകളിൽ നൽകേണ്ടി വരുന്ന പിഴത്തുകയും ലക്ഷങ്ങളിലെത്തും. ഹർത്താൽ മാന്ദ്യമാകുന്ന പഴയ സ്ഥിതിയിലെത്താൻ ഒരാഴ്ച എടുക്കുമെന്നിരിക്കെ കൊച്ചിയുടെ നഷ്ടത്തിന്റെ കണക്ക് 300 കോടിയിലും വളരെ വലുതാണ്. മനോരമ.